ആ പച്ചക്കൊടിയിൽ ഇനി അന്വേഷണം എവിടേക്ക് വേണോ എത്തിച്ചേരാമെന്ന രീതിയിലാണ് പോകുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തുടങ്ങി മുൻ മന്ത്രിമാരും അതുപോലെ തന്നെ VVIPകളും ഒക്കെ തന്നെ കുടുങ്ങുന്ന രീതിയിലേക്ക് ഈ അന്വേഷണം വിപുലപ്പെടുത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. സ്വർണ്ണ കവർച്ചയ്ക്ക് CBI ഇറങ്ങുമെന്ന വാർത്തകൾ വന്നതിന് പിന്നാലെ തന്നെ EDയും കേസെടുത്ത് അന്വേഷണം തുടരാൻ തീരുമാനിച്ചു. പ്രത്യേക സംഘമെത്തുന്നു, ശബരിമലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നു. എന്തായിരുന്നാലും ഇതുവരെ തെളിയാത്ത പല വിവരങ്ങളും, ഇതുവരെ എത്താൻ SITക്ക് കഴിയാത്ത പല ഉയരങ്ങളിലേക്കും കേന്ദ്ര സംഘത്തിന്, കേന്ദ്ര ഏജൻസികൾക്ക് എത്താൻ കഴിയുമെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ EDയും CBIയും ഒന്നിച്ചു തന്നെ ഈ കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഈ മാസത്തിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച. ഈ ഘട്ടത്തിൽ തന്നെ ദേവസ്വം ബോർഡിലെ മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പത്മകുമാറിനെ വെട്ടിലാക്കിയ വിജിലൻസ് കോടതി വിധിയും പുറത്തു വന്നിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഏറ്റവും ഒടുവിൽ അങ്ങനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം എത്തുന്നു. കേസെടുത്ത് അന്വേഷണം തുടങ്ങാൻ കൊച്ചി വിഭാഗത്തിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയും കിട്ടിക്കഴിഞ്ഞു. ഇനിയുള്ള ദിവസം പ്രാഥമിക വിവരശേഖരണത്തിനായി ശബരിമലയിലെത്തുമെന്നാണ് സൂചന. ശബരിമല കൊള്ള മറ്റൊരു തലത്തിലേക്ക് അന്വേഷിക്കാൻ തന്നെയാണ് ED സംഘം തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം മൂടിവെക്കാനായി ശ്രമിച്ചതോ, എത്തിപ്പെടാൻ കഴിയാതെ പോയതോ, പ്രതിരോധത്താൽ മുട്ടുമടക്കിയതോ ആയിട്ടുള്ള വിഷയങ്ങളിലേക്ക് EDക്ക് എത്താനായി സാധിക്കും. പല പ്രമുഖരും അത് ഭയക്കുന്നുണ്ട്. പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം തൊടാൻ മടിക്കുന്ന ആരൊക്കെയാണോ അവരെയൊക്കെ തന്നെ പിടികൂടാൻ EDക്ക് പൂർണ്ണ അധികാരം നൽകി കഴിഞ്ഞു. ഏവരും ആശങ്കയിലായിരിക്കുന്നുവെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. ED കേസിലെ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ആദ്യഘട്ടമായി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നത്. പോറ്റിയിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമല്ല, സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് കോടാനുകോടിയുടെ കള്ളപ്പണ ഇടപാട് ഇവിടെ നടന്നെന്ന് ED പ്രാഥമികമായി തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ചെന്നൈയിലെ സ്ഥാപന ഉടമ പങ്കജ് ഭണ്ഡാരി, ബല്ലാരിയിലെ സ്വർണ്ണക്കട ഉടമയായിട്ടുള്ള ഗോവർദ്ധൻ എന്നിവരുടെ സാമ്പത്തിക രേഖകളായിരിക്കും ED പിന്നീട് പരിശോധിക്കുക. പ്രധാനമന്ത്രിയുടെ എല്ലാവിധ അനുഗ്രഹാശിസ്സുകളോടുകൂടി തന്നെയാണ് ശബരിമലയിലേക്ക് ED എത്തുന്നത്. ഒരു മോഷണ കേസായി മാത്രമല്ല, സ്വർണ്ണക്കൊള്ളയായി മാത്രമല്ല ഇതിനെ കാണേണ്ടത്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ ഉന്നതർക്കടക്കം പങ്കുവരുന്ന ഒരു വലിയ ഭീമൻ മാഫിയ തന്നെ ഒളിഞ്ഞിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, മുൻ ബോർഡ് പ്രസിഡന്റുമാരായിട്ടുള്ള A. പത്മകുമാർ, N. വാസു, ഏറ്റവും ഒടുവിൽ PS പ്രശാന്ത് എന്നിവരിലേക്കൊക്കെ തന്നെ ഈ അന്വേഷണം കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കോടതിയിൽ നിന്നും രേഖകൾ കൃത്യമായി ED സംഘം നടത്തിയ ഇടപെടലിലൂടെ നേടിയെടുത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ എതിർപ്പുകളെ ഒക്കെ തന്നെ അവഗണിച്ച് തന്നെയാണ് ഈ അന്വേഷണം പോകുന്നത്. ഡിസംബർ 19 കോടതി രേഖകൾ EDക്ക് കൈമാറണമെന്ന ഉത്തരവും കോടതി മുഖേന ED സമ്പാദിച്ചെടുത്തു. അതിനിടയിലാണ് ശബരിമല സന്നിധാനത്തെ ശ്രീകോവിലിന് മുന്നിലുള്ള ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും സ്വർണം മോഷ്ടിച്ചെന്ന അതീവ ഗുരുതരമായ കേസിൽ ജാമ്യാപേക്ഷയുമായി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ കോടതിയിലെത്തിയത്. എന്നാൽ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ആകട്ടെ കൊല്ലം വിജിലൻസ് കോടതി തള്ളിക്കളയുകയാണ് ചെയ്തത്. കേസിന്റെ ഗൗരവം, തെളിവുകൾ നശിപ്പിക്കാൻ ഉള്ള സാധ്യത, ഇതൊക്കെ തന്നെ കണക്കിലെടുത്താണ് കോടതി നടപടി സ്വീകരിച്ചത്. ശബരിമല ശ്രീകോവിലിന്റെ കാവൽ ശില്പങ്ങളായിട്ടുള്ള ദ്വാരപാലക വിഗ്രഹങ്ങളിൽ ചാർത്തിയിരുന്ന സ്വർണ്ണപ്പാളികളിൽ വലിയൊരു ഭാഗം തന്നെയാണ് മോഷ്ടിക്കപ്പെട്ടത്. ഈ കേസിന്റെ അടിസ്ഥാനത്തിലാണ് പത്മകുമാർ ജയിലിൽ കഴിയുന്നത്. പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലയളവിലാണ് ഈ ക്രമക്കേട് നടന്നത്. അന്വേഷണത്തിലൂടെ അത് കണ്ടെത്തി കഴിഞ്ഞു. ശ്രീകോവിലിന്റെ നവീകരണത്തിന്റെ മറവിലാണ് കോടാനുകോടിയുടെ സ്വർണ്ണ തട്ടിപ്പ് നടന്നത്. ശില്പങ്ങളിൽ ചാർത്തിയ സ്വർണത്തിന്റെ അളവിൽ രേഖപ്പെടുത്തിയതിനേക്കാൾ വലിയ കുറവാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞത്. പത്മകുമാറിന് ജാമ്യം നൽകി കഴിഞ്ഞാൽ അത് അന്വേഷണത്തെയാണ് സാരമായി ബാധിക്കുന്നത്. വിജിലൻസ് പ്രോസിക്യൂഷൻ അത് കൃത്യമായി കോടതിയിൽ സ്ഥാപിച്ചു. ഉന്നത രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ സാക്ഷികളെ സ്വാധീനിക്കാനും രേഖകൾ അട്ടിമറിക്കാനുമുള്ള സാധ്യത കൂടുതലാണ്. ആ വാദം കോടതി അംഗീകരിച്ചു. നേരത്തെ പലതവണ ചോദ്യം ചെയ്തപ്പോഴും പത്മകുമാർ അന്വേഷണത്തോട് സഹകരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് കോടതിയെ പ്രോസിക്യൂഷൻ അറിയിച്ചിട്ടുള്ളത്. അതുകൂടാതെ പ്രവാസി വ്യവസായിയും മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളുമൊക്കെ ഗൗരവത്തോടുകൂടി EDയും ഈ ഘട്ടത്തിൽ നോക്കി കാണുന്നുണ്ട്. അത് വിശദമായി തന്നെ മൊഴി രേഖപ്പെടുത്തി അന്വേഷണം കൊണ്ടുപോകാനായിരിക്കും ഒരുപക്ഷെ ED ശ്രമിക്കുന്നത്. ഈ പറയുന്ന വിദേശ വ്യവസായിയുടെ സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കേണ്ടി വരും. കാരണം ഇയാളും ഒരു ഘട്ടത്തിൽ ഇത് വാങ്ങാനെന്ന രീതിയിൽ D മണിയെ സമീപിച്ചുവെന്ന് മൊഴി നൽകി കഴിഞ്ഞിരിക്കുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം കേസെടുക്കുന്നതോടെ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടൽ ഉൾപ്പെടെയുള്ള കടുത്ത നടപടിയിലേക്ക് EDക്ക് നീങ്ങേണ്ടി വരും. കൊച്ചി ED അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉടൻ തന്നെ നിയമിക്കും. അത് നിശ്ചയിച്ച് ഉത്തരവും പുറപ്പെടുവിക്കും. ദേവസ്വം ബോർഡ് മുൻ ഉദ്യോഗസ്ഥരായിട്ടുള്ള മുരാരി ബാബു, KS ബൈജു, D സുധീഷ് കുമാർ എന്നിവരെയൊക്കെ ചോദ്യം ചെയ്യുന്നതോടെ ബോർഡിനുള്ളിൽ നടന്ന അവിശുദ്ധ കൂട്ടുകെട്ടുകൾ, പങ്ക് കച്ചവടം, ഇതൊക്കെ തന്നെ പുറം ലോകമറിയും. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന് ആദ്യം മുതൽ പറഞ്ഞത് തെളിയിക്കപ്പെടുന്നതും ഇനിയായിരിക്കും.
മുൻ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡിലെ മുൻ ഭാരവാഹികളും ഉൾപ്പെടെ രാഷ്ട്രീയ ഉന്നതരുടെ പേരുകൾ ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉയർന്ന് കേൾക്കുന്നുണ്ട്. സ്വർണ്ണക്കടത്തിലും അതിലൂടെ ഉണ്ടായ കള്ളപ്പണ ഇടപാടിലുമൊക്കെ വലിയ തരത്തിലാണ് ഈ ശൃംഖല പ്രവർത്തിച്ചത്. ED ഇക്കാര്യം പ്രത്യേകം സംശയിക്കുന്നുണ്ട്. അന്വേഷണ സംഘം ഇതുവരെയും ഇവരിലേക്ക് എത്തിയിട്ടില്ല. ആ ഉന്നതരെ പിടികൂടാൻ തന്നെയാണ് ED ശ്രമിക്കുന്നത്. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, മുൻ പ്രസിഡന്റുമാരായിട്ടുള്ള പത്മകുമാറും വാസുവും ഒക്കെ EDയുടെ അന്വേഷണ റഡാറിൽ തന്നെ ആയിരിക്കുമെന്നത് സംശയമില്ല. ആസൂത്രിതമായ ഒരു വലിയ സാമ്പത്തിക കുറ്റകൃത്യം ശബരിമലയിൽ നടന്നിട്ടുണ്ട്. ഇത് EDക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ പിണറായി സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടിയായി ഇത് മാറും. അതുകൂടാതെ ക്ലിഫ് ഹൗസിലേക്ക് വരെ ഒരുപക്ഷെ അന്വേഷണം എത്തി നിൽക്കേണ്ടിയിരിക്കുന്നു. കാരണം മുൻ മന്ത്രിയാണ് ഇതിൽ കുറ്റക്കാരനായി പിന്നീട് ചാർത്തപ്പെടുന്നത്. അങ്ങനെ വന്നാൽ മുഖ്യമന്ത്രിയിലേക്കും അന്വേഷണം നീളാനുള്ള സാധ്യത കൂടുതലാണ്. ഭക്തിയെയും വിശ്വാസത്തെയും ഒക്കെ തന്നെ വിറ്റ് കാശാക്കുന്നതാണോ CPMന്റെ നയമെന്ന ചോദ്യം ഇതിനോടകം തന്നെ കോൺഗ്രസ് അടക്കം ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഈ സ്വർണ്ണക്കടത്ത് മാഫിയെ ED ഉറപ്പായും പിടികൂടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായിരുന്നാലും ഭക്തർക്കിടയിൽ ശ്രീകോവിലിനുള്ളിൽ നടന്ന ഈ മോഷണം വലിയ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്, പ്രതിഷേധത്തിന് കാരണമായി കഴിഞ്ഞിരിക്കുകയാണ്. പത്മകുമാറിന്റെ ഭരണകാലത്ത് മറ്റ് പല നിർമ്മാണ പ്രവർത്തികളും നടന്നിട്ടുണ്ട്. അതിലും ഇനിയും അന്വേഷണം നടത്തേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. ഈ കേസിൽ കൂടുതൽ ദേവസ്വം ജീവനക്കാരോ അല്ലെങ്കിൽ മുൻ ജീവനക്കാരോ ഒക്കെ പ്രതിപട്ടികയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ജാമ്യം എന്തായിരുന്നാലും നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. പത്മകുമാറിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഇനി അടുത്ത ദിവസം പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ച് കോടതിയിൽ സമർപ്പിക്കുമെന്ന് വേണം കരുതാൻ. ഹൈക്കോടതിയിലും പത്മകുമാറിനെതിരെ ഗുരുതരമായ റിപ്പോർട്ടാണ് സമർപ്പിച്ചിട്ടുള്ളത്. സ്വർണം പൂശിയ ശബരിമല ശ്രീകോവിലിലെ വാതിൽ പാളികൾ വെറും ചെമ്പാണെന്ന് രേഖകളിൽ തിരുത്തി എഴുതിയ വിദഗ്ധനാണ് പത്മകുമാർ. ആ നടപടി വളരെ ഗുരുതരമായ കൃത്യവിലോപമാണ്. പ്രത്യേക അന്വേഷണ സംഘം കോടതി അത് അറിയിച്ചിരുന്നു. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ടുള്ള റിപ്പോർട്ടിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്.